വ്യക്തിപരമായി എടുക്കുക എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതാണ് സംഭവം. ഈ പേഴ്സണലൈസേഷൻ എന്ന് പറയുന്ന കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷനാണ് നമുക്കുണ്ടാകുന്ന പല കുറ്റബോധങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത്. ഒരു കുട്ടിയുടെ പ്രോഗ്രസ് കാർഡ് അമ്മയ്ക്ക് കിട്ടുക. അമ്മ ആ പ്രോഗ്രസ് കാർഡ് നോക്കുമ്പോൾ കുട്ടിക്ക് മാർക്ക് വളരെ കുറവാണ്. അതിനുശേഷം അമ്മ സ്വയം ചിന്തിക്കുകയാണ്, ഞാൻ എന്ത് തോൽവിയായിട്ടുള്ള അമ്മയാണ്, എൻ്റെ കുട്ടിയെ നന്നായിട്ട് നോക്കാൻ ഒന്നിനും എനിക്ക് സാധിക്കുന്നില്ല. ഒരു ക്ലയൻറ്റ് ഹോംവർക്ക് ചെയ്യാതെ വരികയാണ്. ആ ഹോംവർക്ക് ചെയ്യാതെ വന്നതിനുള്ള പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തിട്ട് ഞാൻ ചിന്തിക്കുക, ഞാൻ എൻ്റെ തോൽവിയായിട്ടുള്ള തെറാപ്പിസ്റ്റാണ്. അവർ പേഷ്യൻ്റ് ഹോംവർക്ക് ചെയ്തില്ല, ഞാൻ പൂർണ്ണ പരാജയമാണ്, എൻ്റെ തെറാപ്പി ഇഫക്റ്റീവ് അല്ല. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ജോയ്സൺ. പലപ്പോഴും വിഷാദരോഗങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് ആ വിഷാദരോഗം തുടങ്ങാനും അത് നിലനിന്ന് പോകാനുമായിട്ടുള്ള ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത് നമുക്ക് അനുഭവപ്പെടുന്ന ചിന്താവൈരുദ്ധ്യങ്ങളാണ്, അഥവാ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് ആണ്. ഇനി 10ാമത്തെ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷനാണ് പേഴ്സണലൈസേഷൻ. വ്യക്തിപരമായി എടുക്കുക എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതാണ് സംഭവം. ഈ പേഴ്സണലൈസേഷൻ എന്ന് പറയുന്ന കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷനാണ് നമുക്കുണ്ടാകുന്ന പല കുറ്റബോധങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത്. പലപ്പോഴും ഒരു നെഗറ്റീവ് ഇവൻ്റ് ഉണ്ടാകുന്ന സമയത്ത് അതിനുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റിയും എല്ലാ ഉത്തരവാദിത്തങ്ങളും നമ്മൾ ഏറ്റെടുക്കുക ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ആവശ്യകതയില്ല, അല്ലെങ്കിൽ നമ്മൾ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനായിട്ടുള്ള ഒരു അടിസ്ഥാനവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കാര്യത്തിനില്ല. എന്നാലും നമ്മൾ ആ കാര്യത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കും. ഇത്തരത്തിലെടുക്കുന്ന മൂലം നമ്മൾ വളരെയധികം നെഗറ്റീവായിട്ടുള്ള വളരെയധികം നമ്മളെ തന്നെ സംബന്ധിച്ച് നമ്മൾ ദുഃഖിക്കുന്നൊരവസ്ഥയിലേക്ക് പോവുക ചെയ്യാം. ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കുട്ടിയുടെ പ്രോഗ്രസ് കാർഡ് അമ്മയ്ക്ക് കിട്ടുക. അമ്മ ആ പ്രോഗ്രസ് കാർഡ് നോക്കുമ്പോൾ കുട്ടിക്ക് മാർക്ക് വളരെ കുറവാണ്. അതിനുശേഷം അമ്മ സ്വയം ചിന്തിക്കുകയാണ്, ഞാൻ എന്ത് തോൽവിയായിട്ടുള്ള അമ്മയാണ്, എൻ്റെ കുട്ടിയെ നന്നായിട്ട് നോക്കാൻ ഒന്നിനും എനിക്ക് സാധിക്കുന്നില്ല, ഞാൻ പൂർണ്ണ പരാജയമാണ് എൻ്റെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരമ്മയെന്ന രീതിയിൽ. ഇത്തരത്തിലുള്ള ചിന്താഗതി. അല്ലെങ്കിൽ ഞാനൊരു തെറാപ്പിസ്റ്റാണ്. ഇപ്പോൾ ഞാൻ തെറാപ്പിസ്റ്റായിട്ടുള്ള ഞാൻ പേഷ്യൻറ്റിന്, എനിക്ക് വരുന്ന ക്ലയൻസിന് ഞാൻ ഹോംവർക്ക് കൊടുക്കുന്നു. ഒരു ക്ലയൻറ്റ് ഹോംവർക്ക് ചെയ്യാതെ വരികയാണ്. ആ ഹോംവർക്ക് ചെയ്യാതെ വന്നതിനുള്ള പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തിട്ട് ഞാൻ ചിന്തിക്കുക, ഞാൻ എൻ്റെ തോൽവിയായിട്ടുള്ള തെറാപ്പിസ്റ്റാണ്. അവർ പേഷ്യൻ്റ് ഹോംവർക്ക് ചെയ്തില്ല, ഞാൻ പൂർണ്ണ പരാജയമാണ്, എൻ്റെ തെറാപ്പി ഇഫക്റ്റീവ് അല്ല. ഇത്തരത്തിലുള്ള ചിന്തകൾ ചിന്തിച്ചാലോ എന്താ സംഭവിക്കുക? ഇത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടാകുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ സാഹചര്യത്തിൽ ചുറ്റുപാട് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കുക ചെയ്യുന്നത്. നമ്മളുടെ ചുമലിൽ മൊത്തം ഈ ലോകത്തിൻ്റെ റെസ്പോൺസിബിലിറ്റീസും ഉത്തരവാദിത്തങ്ങളും നമ്മളങ്ങ് വഹിക്കുക ചെയ്യുന്നത്. അത് യാഥാർത്ഥ്യ മനോഭാവത്തോടു കൂടിയുള്ളതാണോ? ഇങ്ങനെ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ ഇൻഫ്ലുവൻസിൻ്റെ ഇടത്ത് കൺട്രോളായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കുക ചെയ്യുന്നത്. പലരെയും നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനേ സാധിക്കുക, കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. ആ അമ്മയ്ക്ക് സ്വന്തം കുട്ടിയെ ഇൻഫ്ലുവൻസ് ചെയ്യാനേ സാധിക്കുള്ളൂ. അതായത് പഠിക്കാനായിട്ട് ഇരുത്താനും പഠിക്കാനായിട്ട് നല്ല മാർഗ്ഗദർശനങ്ങൾ കൊടുക്കാനേ സാധിക്കുള്ളൂ. അത് പൂർണ്ണമായിട്ട് യന്ത്രം പോലെ കുട്ടിയെ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. അതേ രീതിയിൽ തെറാപ്പിസ്റ്റായിട്ടുള്ള എനിക്ക് ഒരു പേഷ്യൻറ്റിന് ഹോംവർക്ക് കൊടുക്കാം, ആ പേഷ്യൻറ്റിനെ ഉചിതമായിട്ടുള്ള രീതിയിൽ എത്തിച്ചേരാനായിട്ട് നയിക്കാൻ സാധിക്കും, ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. ആ ഇൻഫ്ലുവൻസിലൂടെ ആ പേഷ്യൻ്റ് ഇൻട്രസ്റ്റ് എടുത്തിട്ട് മറ്റ് പേഷ്യൻ്റ് ചെയ്യുന്ന പോലെ തന്നെ ഹോംവർക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഒരു പേഷ്യൻ്റ് ഹോംവർക്ക് ചെയ്തില്ല എന്ന രീതിയിൽ ഞാൻ അത് എൻ്റെ വലിയ തെറ്റിദ്ധാരണയാണ്, എൻ്റെ വലിയ കുറവാണ് എന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അവിടെ കൺട്രോൾ ചെയ്യാനായിട്ടായിരിക്കും ശ്രമിക്കുക. കൺട്രോൾ അല്ല വേണ്ടേ, നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുള്ളൂ. കൺട്രോൾ ചെയ്യാനായിട്ട് നാം ഇടപെടുന്ന കാര്യങ്ങളൊന്നും മെഷീനല്ല. അതുകൊണ്ട് നിങ്ങളൊരു മെക്കാനിക്കോ ടീച്ചറോ കൗൺസിലറോ എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾ ഇടപഴകുന്ന ആൾക്കാരെ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ സ്വഭാവങ്ങൾ കൊണ്ട്, നിങ്ങളുടെ ഐഡിയകൾ കൊണ്ട്, നിങ്ങളുടെ ആശയങ്ങൾ കൊണ്ടൊക്കെ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തമല്ല. ഇനി അവർ മാറുക, അവർക്ക് മാറ്റം ഉണ്ടാവുക എന്ന് പറയുന്നത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അല്ലാതെ അത് നിങ്ങളുടേതല്ല, അത് അവരുടേതാണ്, അവരുടെ പൂർണ്ണമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് അമർത്തുക. ഇത് മറ്റുള്ളവരിലോട്ട് എത്തിക്കുന്നതിനായി ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വിഷാദത്തെയും അതുപോലെ മറ്റു മാനസികാരോഗ്യ പ്രശ്നങ്ങളെ മനസ്സിലാക്കുന്നതിനുള്ള കണ്ടൻസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. ഇനി മറ്റ് കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. തീർച്ചയായിട്ടും അത് കാണുക. വിഷാദം അനുഭവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചിന്താരീതികളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുക. കേട്ടതെല്ലാവർക്കും നന്ദി. നമസ്കാരം.